നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഞാനിപ്പോൾ സാൻ ഫ്രാൻസിസ്കോ, ലോകത്തിലെ സിലിക്കൺ സിറ്റി എന്ന് വിളിക്കുന്ന സാൻ ഫ്രാൻസിസ്കോയിലാണ്, അമേരിക്കയുടെ സദേൺ കാലിഫോർണിയയുടെ ഭാഗമായിട്ട്. ഞാനിപ്പോൾ ഒരു ഒഫീഷ്യൽ ട്രിപ്പിൻ്റെ ഭാഗമായി വന്നതാണ്. ഞാനിപ്പോൾ ടെസ്ല ചാർജിങ് സെൻ്ററിലാണ്. ഞാനിപ്പോൾ ടെസ്ല ഇവിടെ നിന്ന് ഒരു റെൻ്റ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാനത് ചാർജിങ് സെൻ്റർ വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല. വാട്ട് ഐം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇസ് ദാറ്റ് എങ്ങനെയാണ് ഈ പറയുന്ന സിറ്റിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ചാർജിങ് സെന്ററിനെ ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്യാൻ സാധിക്കുക. ചാർജിങ് എന്ന് പറയുന്നത് സൂപ്പർ ചാർജ് ആകുമ്പോൾ 15-20 മിനിറ്റ് എടുക്കും മിനിമം ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട്. ആ സമയത്ത് ഒരു വ്യക്തിയെ എങ്ങനെ അവന്റെ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുമെന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. കാരണം ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണാൻ സാധിക്കും, ഇതാണ് ഈ പറയുന്ന ബേ ഏരിയ. ഇവിടെ കാണാൻ സാധിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ട്, SFOന്റെ എയർപോർട്ട് റൺവേ ആണിത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. സുഹൃത്തുക്കളെ വന്നോളൂ. അപ്പൊ ഞാൻ റൂം എടുത്തിരിക്കുന്ന എംബസി സ്വീറ്റ്സ്, അതായത് ഈ പറയുന്ന ബേ ഏരിയയിൽ ഫേസിങ് ടു SFO എയർപോർട്ട്. SFO എന്ന് പറയുന്നത് വളരെ എൻ്റെ മനസ്സിൽ എപ്പോഴും, ഞാൻ ചെറുപ്പത്തിൽ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും ബേ ഏരിയ സഞ്ചരിക്കുക. ബേ ഏരിയ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നു ബേയിൽ പോകുമ്പോൾ ഈ പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ വാട്സപ്പോ ഉണ്ടാക്കി എല്ലാവരും ബേ ഏരിയ എന്നാണ്. കാരണം ഇവിടെയാണ് ഈ പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ സദേൺ കാലിഫോർണിയയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ ഒന്നായ സ്റ്റാൻഫോർഡ്. അവിടെ നിന്നാണ് ഈ പറയുന്ന എല്ലാവിധ ടെക്കില്, ഏതൊക്കെ ടെക് ഇൻഡസ്ട്രി നിങ്ങൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നത് കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ ബേ ഏരിയയിൽ വരിക, അവിടെ വരെ നടക്കുക, ഇവർക്ക് വളരെ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് വണ്ടി പാർക്ക് ചെയ്തു, എൻ്റെ ടെസ്ല ചാർജ് ചെയ്യാണ് അവിടെ. അത് കഴിഞ്ഞ് ഞാൻ നടക്കാൻ ഇറങ്ങുകയാണ് ബേ ഏരിയയിൽ. കണ്ടോ, ഒരു ഈവനിങ് വാക്കായി ഒരു 15-20 മിനിറ്റ് ആണ് സൂപ്പർ ചാർജിന്റെ സമയം അവർ പറഞ്ഞിരിക്കുന്നത്. ആ സമയം ഞാൻ നടക്കുന്നു. മനോഹരമായ വ്യൂസ് ഇപ്പോൾ കാണാൻ പറ്റും. റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ വരിക, അമേരിക്കൻ എയർലൈൻസ് ആണ് അപ്പോൾ ലാൻഡ് ചെയ്യാൻ വരുന്നത്. പാരലൽ റൺവേ, 2 റൺവേ ഉണ്ട് SFOയിൽ. അതേ പുറകിൽ വേറൊരു എയർക്രാഫ്റ്റ് വരുന്നു. അതിമനോഹരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങുക. അപ്പോൾ ഈവനിങ് വാക്കായി, എക്സസൈസായി, നമുക്ക് വണ്ടി ചാർജ് ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ സമയം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, അത്ര പ്ലാനിങ് ആണ് ഈ പറയുന്നത്. സിറ്റിയിലെ ഓരോ മുക്കും മൂലയും പ്ലാൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൗൺ പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഈ പറയുന്ന ഈ വെസ്റ്റേൺ കൾച്ചറിൽ ആളുകൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ഒരു നിമിഷം പോലും ലൈഫിൽ അവർ വേസ്റ്റ് ആക്കാതെ അവർ ലൈഫിനെ എന്താ പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന ഓരോ ടൗണിലെ വ്യക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന മനോഹരമായ പസഫിക് ഓഷൻ ഈ കാണുന്നത്, റൺവേനെ ഫേസ് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ താമസിക്കുന്ന ബ്യൂട്ടിഫുൾ വ്യൂ ആൻഡ് പ്ലസ് വി ക്യാൻ സീ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങും എല്ലാം ഒരേ സമയം കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഉള്ളത് ഇപ്പോൾ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ സിലിക്കൺ സിറ്റി. ഏകദേശം ഒരു 2:30-3 മണി ആളുകൾ ജോലി കഴിഞ്ഞു. ആളുകൾക്ക് ഈവനിങ് വാക്കിന് വന്നു വരികയാണ് എല്ലാവരും. സോ അവർ ഹസ്ബൻഡും വൈഫും അവർ പട്ടികളുമായി നടക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വന്തം ഒറ്റയ്ക്ക് നടക്കുന്നു. അവരെല്ലാം എൻജോയ് ചെയ്യുകയാണ് പ്രകൃതിയുമായിട്ട്. അതിനുള്ള സൗകര്യങ്ങളാണ് അവിടെ. വണ്ടി പാർക്ക് ചെയ്യുന്നു, വണ്ടി ചാർജ് ചെയ്യുന്നു, അവരിവിടെ നടക്കുന്നു, അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. അതായത് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം വെൽ പ്ലാൻഡ് പോലെ. അത്ര ഒരു പണമുണ്ട്, പണം കൊടുക്കണം അവിടെ ചാർജ് ചെയ്യാൻ. പക്ഷെ പണം കൊടുത്താൽ പോലും നമ്മുടെ സമയത്തിന് മൂല്യം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണിത്. എത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് പസഫിക് ഓഷൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നിങ്ങൾ എപ്പോഴെങ്കിലും സിലിക്കൺ വാലി അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും പസഫിക് ഓഷൻ്റെ ഈ ഒരു കോസ്റ്റിൽ വരണം. ഈ ഒരു വ്യൂ നിങ്ങൾ എൻജോയ് ചെയ്യണം. ഈ പറഞ്ഞ SFO എയർപോർട്ടിന്റെ ലാൻഡിങ്ങും അതോടൊപ്പം തന്നെ ശാന്തമായിട്ടുള്ള പസഫിക് ഓഷൻ നീല കളറിൽ കിടക്കുകയാണെങ്കിൽ അതിന് മനോഹരമായിട്ട് ഏതെങ്കിലും വീക്കെൻഡുകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു. അപ്പോൾ അവിടെ കാണുന്നത് ഡൗൺ ടൗൺ ആണ്. അതാണ് ഈ SFO. അവിടെയാണ് ഈ പറഞ്ഞ ടെക് കമ്പനികളായിട്ടുള്ള എല്ലാവിധ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, പിന്നെ യൂട്യൂബ്, സെയിൽഫോഴ്സ്, എന്തെടുത്താൽ പോലും എല്ലാ കമ്പനികളും അവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങാനുള്ള മെയിൻ കാരണം അവിടുന്നാണ് നമ്മുടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, അലുമിനീസ്, ഇന്റേൺസ് പഠിച്ചിറങ്ങി അവരാണ് ഈ പറയുന്ന കമ്പനികളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഘോരിത്തരപ്പാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ടെക് ഭീമന്മാരുടെ ജന്മസ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ.